സവാള ദോഹയില് ഒരു ബിൽഡിങ്ങിന്റെ നേർക്ക് ഒരൊറ്റ ആക്രമണം വെട്ടിപ്പോക ഒന്നും പറയണ്ട. ഇപ്പൊ മീഡിയ വൺ കിടന്ന് ചാടുന്നത് എന്താണെന്ന് അവർക്ക് വലിയ ആവേശം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയും. ആദ്യം സൗദി അറേബ്യ ഇസ്രായേലിനെ ആക്രമിക്കും. നീ തലകുത്തി മറിഞ്ഞാലും എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല സുധാകര. നിനക്ക് മാത്രമല്ല ഇവൾക്കും. തൊട്ടു പിന്നാലെ ഖത്തർ ആക്രമിക്കും. UAE വെറുതെ ഇരിക്കുവോ, ആറ്റം ബോംബെടുത്തിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മീഡിയ വൺ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. എന്തിനാ മാധവ നീ ഇതിന്റെ പേരിൽ കിടന്ന് തുള്ളണത്? ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ നമുക്കറിയാം. മനസ്സിലായി? ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടുനടക്കാൻ പറ്റുമോ മാഷേ? ഹമാസിന്റെ ലീഡർ പോയി കഴിഞ്ഞാൽ അവന് വേണ്ടി ചാവാനായിട്ട് സൗദി അറേബ്യക്ക് എന്താ കിറുക്കാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡി. ഖത്തറിന് എന്താ കിറുക്കാണോ? ഖത്തർ നേരത്തെ മുതൽ ഇവർക്ക് അഭയം കൊടുത്തുപോയി. അവർ അടിച്ചിൽ വീണ പോലെയാണ് ഖത്തർ. എങ്ങനെയെങ്കിലും ഇതൊന്നും ഉരിയാമെന്നും പറഞ്ഞാൽ അവരിയ്ക്കുന്നത്. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. ഇവര് തുരങ്കത്തിൽ കയറി ഒളിക്കും, അല്ലെങ്കിൽ ഖത്തറിൽ പോയി താമസിക്കും. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മളെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? ഖത്തറിൽ സേഫ് ആണെന്നാണ് അവരുടെ വിചാരം. അതല്ല എന്ന് നെതന്യാഹു പച്ചയ്ക്ക് പ്ലെയിൻ ആയിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞു. നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബഹറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. പല സ്ഥലങ്ങളിൽ പോയി താമസിച്ച് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നാരും വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അതായത് ഹമാസ് തലവന്മാര് ആ ഖത്തറില്, UAE-ല്, സൗദി അറേബ്യയിലൊക്കെ പോയി ഹോട്ടലിൽ താമസിക്കുക. അതെന്റെ മറ്റൊരു ടെക്നിക്കാണ്. സാറ് കൊള്ളാലോ. അപ്പൊ സൗദി അറേബ്യ ഹോട്ടലാകുമ്പോ ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാന്ന് പറഞ്ഞിട്ട് ഈ ആശാൻ ഇവിടെ കഴിയുകയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ കാശുമൊക്കെ മേടിച്ചിട്ട് ഈ സഹായം ആ സഹായം, ഭക്ഷണത്തിലുള്ള സഹായം, കൊടുകാശ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് ഇവൻ സന്തോഷമായിട്ട് കഴിയുകയാണ്. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇസ്രായേൽ പറഞ്ഞു ആ കാലം അവസാനിച്ചു. നിങ്ങൾ എവിടെ പോയി താമസിച്ചാലും, ആകാശത്ത് കൂടുകൂട്ടിയാലും, നക്ഷത്രങ്ങൾക്കിടയിൽ പോയി താമസിച്ചാലും ഞാൻ നിങ്ങളെ പിടിക്കും. ഇതാണ് ഇസ്രായേലിന്റെ മെസ്സേജ്. ഇത് ചില്ലറ പാർട്ടിയല്ല, അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. ഇസ്രായേൽ പറയുന്നത് ഇവന്മാര് 2023 ഒക്ടോബർ 7 രാത്രി ഇവര് പാർട്ടി നടത്തി ഇതേ സ്ഥലത്ത് വെച്ച്, അതേ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ അവന്മാരെ വകവരുത്തി. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. അഗ്നിയുടെ ഉച്ചകൂടി, സമ്മിറ്റ് ഓഫ് ഫയർ, ഇതാണ് ദോഹയിൽ അവർ നടത്തിയത്. 2 പേരുടെ മരണം ഏകദേശം ഉറപ്പാണ്. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? മീഡിയ കാണിച്ച ഒരൊറ്റ പേരുകാരൻ പോലും മരിച്ചിട്ടുമില്ല, ജീവനോടെയില്ല. അവർ ഈ ജനകീയ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പേരടിച്ചു വിട്ടിരിക്കുക. ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ ഈ കതറിട്ട കണ്ണാലിയ. ഇപ്പൊ ആരൊക്കെ മരിച്ചു എന്ന് ആർക്കും അറിഞ്ഞൂടാ. പേരുകൾ പലതും മാറി മാറി വരുന്നു. ഞാൻ പല വെബ്സൈറ്റുകൾ അത് ഇതൊക്കെ എടുത്തു നോക്കി. ആരും കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മീഡിയ വൺ നോക്കി. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കണത്. അവരാണല്ലോ ഈ ഗാസയുടെയും ഹമാസിന്റെയൊക്കെ കേരളത്തിലെ ഉത്തരവാദികൾ. അവരാണല്ലോ. ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തമുള്ള, അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അവര് സത്യാവസ്ഥ പറയുമെന്ന് വിചാരിച്ചു. അവര് തോന്നിയ മാസം പേരുകളൊക്കെ എഴുതി കാണിക്കുന്നു. അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. അവരുടെ ഫ്ലാഷിൽ ഇങ്ങനെ പല പേരുകൾ. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. മുഹമ്മദ് അൽ ഹയ്യ, മുഹമ്മദ് അൽ ബാഷാം, അൽ ബാഷാമിൻ്റെ മകൻ ബാഷാം എ മുഹമ്മദ്, ഇങ്ങനെയൊക്കെ പല പേരുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ മീഡിയ വൺ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പേരുകളൊക്കെ ഹയ്യ ഹുയ്യ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ച് ജനം ഇത് ഓർത്തിരിക്കാനും പോകുന്നില്ല. വാർത്ത കൊടുത്തുന്നുമായി. ഭയങ്കര ആവേശം. അപ്പം ഞാൻ മറ്റ് ചാനലുകളൊക്കെ നോക്കി. മറ്റ് ചാനലുകൾ താഴത്ത് കൂടെ സ്ക്രോള് പോകുന്നേ ഉള്ളൂ. മീഡിയ വണ്ണിൽ വലിയ നെഞ്ചത്തടിയും നിലവിളിയൊക്കെ നടക്കുന്നുണ്ട്. നിന്നെ സമ്മതിക്കണം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? റിപ്പോർട്ടർ ഓടുന്നു ചാടുന്നു, വെടിവെപ്പിന്റെ എന്തോ ബോംബിടുന്നതിൻ്റെ ഒക്കെ ഏതൊക്കെയോ വിഷ്വൽ കാണിക്കുന്നു. ഗാസ ഏതാ ദോഹ ഏതാന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. ചാരവും പുകയൊക്കെ പോകുന്ന സ്ഥലത്ത് ഇതെങ്ങനെ തിരിച്ചറിയും? അപ്പൊ അതുകൊണ്ട് ആ ടിക്കറ്റ്, ആ വിഷ്വൽ എന്ന് പറഞ്ഞിട്ട് അവരും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ബുദ്ധിയില്ല, നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം. എല്ലാ രാജ്യങ്ങളും ഇതിനെ അപലപിച്ചിട്ടുണ്ട് കേട്ടോ. പോപ്പ് വരെ അപലപിച്ചു എന്ന് മീഡിയ വൺ എഴുതി കാണിക്കുന്നു. എനിക്ക് സത്യാവസ്ഥ അറിയാം. അത് ഈ ആനന്ദൻ അഭിപ്രായം പറഞ്ഞോണ്ടാ നാവ് വളയ്ക്കുന്നത് നുണ പറയാനെന്നുള്ളതാ അവന്റെ തിയറി.